അനിലിന്റെ കാൽപെരുമാറ്റം അടുത്തു വന്നു. നിലവറയുടെ തണുപ്പും ഭയവും പാർവതിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. ഇരുമ്പിൻ പെട്ടി കയ്യിൽ മുറുകെ പിടിച്ച് അവൾ അറയുടെ മൂലയിൽ നിന്നു. പാർവതി, പുറത്തു വരാൻ അധികം കളിക്കാതെ ആ പെട്ടി എന്നെ ഏൽപ്പിക്കാൻ. നിന്റെ അച്ഛൻ നിനക്ക് തന്ന വിഷമാണത്. നീ ആ വിഷം കുടിക്കേണ്ട. അനിലിന്റെ ശബ്ദം അറയ്ക്ക് പുറത്തു മുഴങ്ങി. പാർവതിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. അനിലിന്റെ ലക്ഷ്യം ഈ പെട്ടിയാണ്. ഇതിനുള്ളിൽ കൈലാസേശ്വരത്തിന്റെ, അനിലിന്റെ തന്നെ ഭാവി തകർക്കാൻ കഴിവുള്ള എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ട്. അവൾ വീണ്ടും ഡയറിയിലേക്ക് നോക്കി. കറുത്ത കല്ല്. ആ കല്ല് എവിടെയായിരിക്കും? ഗൗരിയമ്മയുടെ കഴുത്തിലെ ലോക്കറ്റ് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം അവളുടെ മനസ്സിൽ ഉദിച്ചു. അച്ഛൻ ലോക്കറ്റിന്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇത് തുറക്കാൻ താക്കോലായി ഉപയോഗിക്കേണ്ടത് കല്ലായിരിക്കില്ല, മറിച്ച് കല്ല് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമായിരിക്കും. പാർവതിക്ക് ഗൗരിയമ്മയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കും ഈ താക്കോൽ ഇവിടെ ഒളിപ്പിച്ചത്? അവൾ പെട്ടി തല കീഴായി പിടിച്ച് താഴേക്ക് കുടഞ്ഞു. ചെളിയും മണ്ണും മാത്രമാണ് വീണത്. എന്നാൽ നിലവറയുടെ തണുപ്പിൽ നിന്നും അല്പം ചൂടുള്ളതായി തോന്നുന്ന ഒരു തുകൽ കഷ്ണം അവളുടെ കയ്യിൽ തടഞ്ഞു. പെട്ടിക്ക് താഴെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ വസ്തു. പാർവതി അത് വേർതിരിച്ചെടുത്തു. കറുത്ത തുണി മാറ്റിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അതൊരു താക്കോലായിരുന്നില്ല. അത് ഗൗരിയമ്മയുടെ ലോക്കറ്റിൽ നിന്ന് ഇളകിപ്പോയ ചുവന്ന കല്ലുണ്ടായിരുന്ന ഭാഗമായിരുന്നു. അതായത് ലോക്കറ്റിന്റെ ലോഹഭാഗം. അതിൽ കറുത്ത കല്ലിന്റെ സ്ഥാനത്ത് ഒരു നേർത്ത ലോഹസൂചി ഉണ്ടായിരുന്നു. അച്ഛൻ കല്ല് മാറ്റിവെച്ച ശേഷം ഈ ഭാഗം താക്കോലായി ഉപയോഗിക്കാൻ വെച്ചതാണ്. അനിൽ അറയുടെ വാതിൽക്കലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു. സമയമില്ല. പാർവതി വിറയ്ക്കുന്ന കൈകളോടെ ആ ചെറിയ ലോഹഭാഗം ഇരുമ്പിൻ പെട്ടിയുടെ ലോക്കിൽ വെച്ചു. ചെറിയൊരു ക്ലിക്ക് ശബ്ദത്തോടെ പെട്ടി തുറന്നു. അവൾ തുറന്ന ഭാഗം ഒളിച്ചുകൊണ്ട് പെട്ടി തുറന്നു പിടിച്ചു. അതിനുള്ളിൽ മറ്റു 2 വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. പഴയൊരു തുണിയിൽ പൊതിഞ്ഞ ഒരു തരം ചെറിയ എല്ലിൻ കഷ്ണം പോലെ തോന്നിക്കുന്ന വസ്തു. ചെറിയൊരു നോട്ട്ബുക്കായിരുന്നു വലുത്. പേജുകൾ മഞ്ഞളിച്ചിരുന്നു. പാർവതി അത് തുറന്നു. അത് ഒരു ഡയറി ആയിരുന്നില്ല, മറിച്ച് കണക്കുകൾ എഴുതിയ ഒരു ബുക്കായിരുന്നു. കൈലാസേശ്വരത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട നിഗൂഢമായ ചില സംഖ്യകൾ അതിൽ കുറിച്ചിരിക്കുന്നു. പെട്ടെന്ന് അനിലിന്റെ കൈ ഭിത്തിയിലെ തുറന്ന ഭാഗത്തിലൂടെ അകത്തേക്ക് വന്നു. അയാൾ പാർവതിയെ തപ്പി. ഇവിടെ നീ ഈ അറയ്ക്കുള്ളിലുണ്ടല്ലേ? പാർവതിക്ക് മനസ്സിലായി. ഇനി അവിടെ നിന്നാൽ രക്ഷപ്പെടില്ല. അവൾ പെട്ടിയും നോട്ട്ബുക്കും ആ എല്ലിൻ കഷ്ണം പോലുള്ള വസ്തുവും ഒരുമിച്ച് നെഞ്ചോട് ചേർത്തു. തൊട്ടടുത്ത് മറ്റൊരു ചെറിയ ഇരുളടഞ്ഞ അറയിലേക്ക് അവൾ ഒതുങ്ങി നിന്നു. അനിൽ വലിയ അറയിലേക്ക് കയറി. എവിടെയാ നീ പോയത്? ഈ പെട്ടി എവിടെയാ അത് വെച്ചതെന്നാ പറഞ്ഞത്? അനിൽ ദേഷ്യത്തിൽ അലറി. പാർവതി ശ്വാസം അടക്കി പിടിച്ച് ഒളിച്ചു നിന്നു. നിലവറയിൽ എവിടെയോ ഒരു കറുത്ത പൂച്ചയുടെ കരച്ചിൽ കേട്ടു. അനിൽ പെട്ടെന്ന് തിരിഞ്ഞു. അയാൾ പാർവതി ഒളിച്ചിരുന്ന അറയുടെ വാതിൽക്കിലേക്ക് നടന്നു. ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ. അനിൽ വാതിൽ വലിച്ചു തുറന്നു. പാർവതി പ്രതീക്ഷിച്ചിരിക്കുന്നത് അനിലിന്റെ ആക്രമണമാണ്. പക്ഷേ അവൻ വാതിൽ തുറന്നപ്പോൾ അവൾ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അനിൽ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഒരു നിഴൽ. എന്നെ വിശ്വസിക്കൂ പാർവതി, ഈ പെട്ടി എനിക്ക് വേണം. ഇത് ഇവിടെ ഉണ്ടായിരുന്നാൽ കൈലാസേശ്വരത്തിലെ ഞങ്ങളുടെ എല്ലാം സമാധാനം നഷ്ടമാകും. അച്ഛൻ പറഞ്ഞ സത്യം ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ സമാധാനമാണ് നഷ്ടമാവുക. അനിലേട്ടാ, സത്യൻ ചേട്ടനെ നിങ്ങൾ വെറുതെ കൊന്നു. ഇത് കൊലപാതകമാണ്, പാർവതി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അനിൽ ഒരു ഞെട്ടലോടെ പിന്നോട്ട് മാറി. നിങ്ങൾ കണ്ടോ? നീ എല്ലാം കണ്ടോ? അതുകൊണ്ട്? അനിൽ തോക്ക് വീണ്ടും എടുത്തു. അപ്പോഴേക്കും നിലവറയുടെ കോവണിപ്പടിയിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. ഗൗരിയമ്മ നിലവറയിലേക്ക് ഓടിയിറങ്ങി വന്നു. അവരുടെ കയ്യിൽ ഒരു വലിയ പിച്ചള വിളക്ക് ഉണ്ടായിരുന്നു. അനിൽ, നിർത്ത്! അവളെ കൊല്ലരുത്! ഇനി ഒരു ജീവൻ കൂടി ഈ തറവാട്ടിൽ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല. ഗൗരിയമ്മ ഓടിച്ചെന്ന് വിളക്ക് അനിലിന്റെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു. അനിലിന്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ച് നിലവറയുടെ തറയിൽ വീണു. അനിൽ വേദന കൊണ്ട് അലറി. അമ്മേ, നിങ്ങൾ എന്നെ ചതിക്കുമോ? സത്യത്തെ ചതിക്കാൻ എനിക്കാവില്ല. ഞാൻ നിന്റെ അമ്മയാണ്. ബാലചന്ദ്രൻ എൻ്റെ മകനായിരുന്നു. നീ രണ്ടിനെയും ഒരുപോലെ കൊലയാളിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തു. നിന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതയോ?
ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ അവസരം മുതലെടുത്ത് പാർവതി നിലവറയുടെ മറവിൽ നിന്നും പുറത്തു വന്നു. ഇരുമ്പിൽപ്പെട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടി. ഞാൻ ഈ സത്യം പുറത്തു കൊണ്ടുവരും. അച്ഛനെ കൊന്നതിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അവൾ നിലവറയുടെ പടികൾ ലക്ഷ്യമാക്കി ഓടി. അനിൽ വേദന കടിച്ചമർത്തി തോക്കെടുക്കാൻ ഓടി. പാർവതി, നിൽക്കാൻ, നിനക്ക് തെറ്റി. അവൾ കോവൻപടി ഓടിക്കയറുമ്പോൾ ഗൗരിയമ്മ വാതിൽക്കൽ അനിലിന് മറവായി നിന്നു. നീ അത് ചെയ്താൽ ഈ വീട്ടിൽ ഞാനും നീയും മാത്രമേ ഉണ്ടാവൂ. സത്യം മറച്ചുവെച്ച് ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചത് മതി. പാർവതി കോവണിപ്പടിയുടെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഓടി. മഴ തോർന്നിരുന്നു. പക്ഷേ മുറ്റത്ത് സത്യന്റെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അവൾ തല കറങ്ങുന്നതിനിടയിലും ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് ഓടി. ഈ തറവാട്ടിൽ നിന്നും രക്ഷപ്പെടണം. ഈ രഹസ്യം പുറത്തു വരണം. ഓട്ടത്തിനിടയിൽ അവൾ കയ്യിലിരുന്ന ചെറിയ നോട്ട്ബുക്ക് തുറന്നു. 1-ാം ബെഞ്ചിലെ എഴുത്ത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കനൽപ്പൂവ്, കൈലാസേശ്വരത്തിൻ്റെ അടിയന്തര രഹസ്യം. ഈ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച നിധി. അതിൻ്റെ താക്കോലാണ് ഈ എല്ലിൻ കഷ്ണം. അവൾക്ക് തളർച്ച തോന്നി. നിധിയോ? അച്ഛൻ മരിച്ചത് ഒരു നിധിക്ക് വേണ്ടിയായിരുന്നോ? അപ്പോഴേക്കും മുറ്റത്തെ കറുത്ത ഇന്നോവയുടെ ഹോൺ ശബ്ദം മുഴങ്ങി. അനിൽ തോക്കുമായി പുറത്തിറങ്ങി. പാർവതി, ആ പെട്ടി ഇവിടെ വെച്ചു പോ. എൻ്റെ കൂടെ വന്നാൽ നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ അച്ഛൻ്റെ സഹോദരനാണ്. പാർവതി റോഡിലേക്ക് ഓടി. അവളുടെ പിന്നാലെ ഇന്നോവയുടെ ശക്തമായ വെളിച്ചം വന്നു. കൈലാസേശ്വരത്തിൻ്റെ കവാടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പാർവതി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടി. അവളുടെ കാലുകൾക്ക് തളർച്ച തോന്നിയില്ല. പേടിയും അച്ഛന് നീതി ലഭിക്കാനുള്ള ദൃഢനിശ്ചയവും അവളെ മുന്നോട്ട് നയിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുമ്പിൻ പെട്ടി ഒരു ഭാരമായിരുന്നില്ല, മറിച്ച് അച്ഛൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. അവളുടെ പിന്നാലെ അനിലിൻ്റെ ഇന്നോവ കാർ പാഞ്ഞു വന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കാറിൻ്റെ എഞ്ചിൻ ശബ്ദം ഒരു വേട്ടക്കാരൻ്റെ അലർച്ച പോലെ മുഴങ്ങി. പാർവതി, നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ്റെ ജീവൻ പോയി. ഇനി നിന്റെ ജീവനും കളയണ്ട. ആ പെട്ടി എന്നെ ഏൽപ്പിക്കാൻ. അനിൽ കാറിനുള്ളിൽ നിന്നും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. റോഡിന് ഇരുവശവും ഇടതൂർന്ന റബ്ബർ മരങ്ങളാണ്. പാർവതിക്ക് ഒളിക്കാൻ വേറെ ഇടമില്ലായിരുന്നു. എന്തായാലും ഇനി ഇയാൾക്ക് പിടികൊടുക്കാൻ കഴിയില്ല, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് ഒരു വളവിലെത്തിയപ്പോൾ അവൾ റോഡിൽ നിന്നും മാറി റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് ഓടിക്കയറി. മരങ്ങൾക്കിടയിലൂടെ ഓടുമ്പോൾ അവൾ കയ്യിലെ നോട്ട്ബുക്ക് ഒന്നുകൂടി നോക്കി. അതിലെഴുതിയ വരികൾ. താക്കോലാണ് ഈ എല്ലിൻ കഷ്ണം. അവൾ കയ്യിലെ ചെറിയ എല്ലിൻ കഷ്ണം പോലുള്ള വസ്തുവിനെ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അനിലിൻ്റെ കാർ റോഡിൽ ബ്രേക്ക് ഇട്ടു. കാറിൽ നിന്നിറങ്ങിയ അനിൽ കയ്യിലെ തോക്കുയർത്തി തോട്ടത്തിലേക്ക് വെടിയുയർത്തു. പുറത്തു വാ, അല്ലെങ്കിൽ നിന്റെ കാലിന് ഞാൻ വെടിവെക്കും. വെടിയൊച്ച കേട്ട് തോട്ടത്തിലെ കിളികൾ ചിറകടിച്ചു പറന്നു. പാർവതി പേടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്നു. റബ്ബർ മരങ്ങളുടെ മറവിൽ അവൾ ഇഴഞ്ഞു നീങ്ങി. അവിടെങ്ങും കനത്ത ഇരുട്ടായിരുന്നു. അനിലിൻ്റെ കാൽപെരുമാറ്റം അടുത്തെത്തുന്നു. ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ അവൾ ഒരു റബ്ബർ മരത്തിന് ചുവട്ടിൽ കട്ടിയുള്ള ഒരു കാപ്പിത്തോട്ടം കണ്ടു. അവൾ വേഗത്തിൽ ആ തോട്ടത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. അനിൽ മരങ്ങൾക്കിടയിൽ അവളെ തിരയുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ വെട്ടിത്തിളങ്ങി. പാർവതി, നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. ഒരു നിമിഷം പാർവതിയുടെ ഫോൺ ശബ്ദിച്ചു. അവൾ ഞെട്ടിപ്പോയി. ഗൗരിയമ്മയായിരുന്നു. പേടിച്ച് അവൾ കോൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കയ്യിലിരുന്ന ഇരുമ്പിൻ പെട്ടി കയ്യിൽ നിന്ന് വഴുതി കാപ്പിത്തോട്ടത്തിലെ കല്ലിലിടിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. ആഹാ, നീ അവിടെ ഉണ്ടല്ലേ? അനിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വന്നു. പാർവതിക്ക് അവിടെ നിന്നും ഓടാൻ കഴിഞ്ഞില്ല. കാൽമുട്ടിൽ ശക്തിയായി വേദനിച്ചു. അനിൽ കാപ്പിത്തോട്ടത്തിൻ്റെ അരികിലെത്തി. പാർവതിയുടെ നേർക്ക് അവൻ തോക്ക് ചൂണ്ടി. ഇനി നിനക്ക് ഒളിക്കാൻ കഴിയില്ല മോളെ, ആ പെട്ടി എറിഞ്ഞേരേ. ആ നിമിഷം അവർ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. കൈലാസേശ്വരത്തിൻ്റെ റോഡിൽ നിന്നും ഒരു പഴയ ജീപ്പ് ഹോൺ മുഴക്കി പാഞ്ഞു വന്നു. അതിൽ അനിലിൻ്റെ കാറിന് അരികിൽ വന്നു നിന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടതും അനിൽ ഞെട്ടി. അത് ചാക്കോ ആയിരുന്നു. ബാലചന്ദ്രൻ്റെയും സത്യൻ്റെയും പഴയ സുഹൃത്തും ഗൗരിയമ്മയുടെ വിശ്വസ്തനും. ചാക്കോ ഒരു നല്ല വേട്ടക്കാരനായിരുന്നു. മാത്രമല്ല, കൈലാസേശ്വരത്തെ എല്ലാ ഊടുവഴികളും അവൻ അറിയാമായിരുന്നു. അനിൽ, തോക്ക് താഴെയിടാൻ. ചാക്കോയുടെ ശബ്ദം മുഴങ്ങി. അവൻ്റെ കയ്യിൽ ഇരട്ടക്കുഴൽ തോക്ക് ഉണ്ടായിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? അനിൽ പരിഭ്രമിച്ചു. ഗൗരിയമ്മയാണ് എന്നെ വിളിച്ചത്.
നീ സത്യനെ കൊന്ന വിവരവും പാർവതിയുടെ ജീവന് ആപത്താണെന്ന കാര്യവും അമ്മ എന്നെ അറിയിച്ചു. ഈ കൈലാസേശ്വരം അനിലിൻ്റെ മാത്രം സ്വത്തല്ല, അതിനൊരു അവകാശി വേണം. അതാണ് പാർവതി. അനിൽ ചാക്കോയുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ പാർവതിക്ക് ഒരവസരം കിട്ടി. അവൾ വേഗത്തിൽ കാപ്പിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്നു റോഡിലേക്ക് ഓടി. അവളുടെ കാലിന് നല്ല വേദനയുണ്ടായിരുന്നു. ചാക്കോ അനിലിന് നേരെ വെടിയുയർത്തു. അത് അനിലിൻ്റെ അടുത്തുകൂടി കടന്നുപോയി. ഭയന്നു പോയ അനിൽ തോട്ടത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നീ ഇവിടെ വന്നാൽ നിന്റെ ജീവൻ ഞാനെടുക്കും, ചാക്കോ അലറി. പാർവതി മുറിവേറ്റ കാലുമായി റോഡിലൂടെ ഓടി. അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഓർമ്മയിൽ വന്ന ഒരേയൊരു സ്ഥലം ദേവദാരമായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒരു റിട്ടയർഡ് ജഡ്ജിയുമായ ജയരാമൻ താമസിച്ചിരുന്ന വീട്. അച്ഛൻ പലപ്പോഴും എന്തെങ്കിലും ആപത്ത് വന്നാൽ നീ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ റോഡരികിലൂടെ ഓട്ടോറിക്ഷയായി കാത്തിരിക്കുന്നു. ഇരുമ്പിൻ പെട്ടിയും ഡയറിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അല്പനേരത്തിന് ശേഷം ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അവൾ ഓടിച്ചെന്ന് കയറി. ചേട്ടാ, ദേവദാരം വീട്ടിലേക്ക് വിട്ടോളൂ. വേഗം. ഓട്ടോറിക്ഷ മുന്നോട്ട് പാഞ്ഞു. ദേവദാരം വീട്ടിൽ രാത്രി വരെ. വൈകിട്ടും പാർവതി ജയരാമൻ ജഡ്ജിയുടെ വീട്ടിലെത്തി. തളർച്ചയോടെ അവൾ ബെല്ലടിച്ചു. ജയരാമൻ വാതിൽ തുറന്നു. പാർവതിയുടെ അവസ്ഥ കണ്ടതും അയാൾ ഞെട്ടി. ചോരപ്പാടുകളും മുറിവേറ്റ കാലുമായി അവൾ ആകെ തളർന്നിരുന്നു. കയ്യിലെ പെട്ടി കണ്ടപ്പോൾ അയാളുടെ മുഖം മാറി. പാർവതി മോളോ, എന്താണിത്? എന്താണ് സംഭവിച്ചത്? പാർവതി അകത്തേക്ക് കടന്നു. തളർന്ന് സോഫയിലിരുന്നു. അങ്കിളെ, അച്ഛൻ അച്ഛൻ പറഞ്ഞ കനൽപ്പൂവ്. ജയരാമൻ വേഗം ഡോറടച്ച് അവൾക്ക് വെള്ളം നൽകി. ശാന്തയാവൂ മോളെ, എന്നിട്ട് എന്നോട് പറ, നിന്റെ അച്ഛൻ പറഞ്ഞ കനൽപ്പൂവ് എന്താണ്? ആ പെട്ടിക്കുള്ളിൽ എന്താണ്? ജയരാമൻ്റെ കണ്ണുകളിൽ ഒരുതരം ആകാംക്ഷ നിറഞ്ഞിരുന്നു. പാർവതി നടന്നതെല്ലാം പറഞ്ഞു. സത്യൻ്റെ കൊലപാതകവും അനിലിൻ്റെ ഭീഷണിയും നിലവറയിലെ ഡയറിക്കുറിപ്പും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജയരാമൻ ദീർഘമായി നിശ്വസിച്ചു. അയാൾ സോഫയിൽ ചാരിയിരുന്നു. എനിക്കറിയാമായിരുന്നു ബാലചന്ദ്രൻ അന്ന് ഇവിടെ വന്നിരുന്നു. അവൻ ഒരു വലിയ സത്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് ഈ കൈലാസേശ്വരത്തിൻ്റെ വെറും രഹസ്യമല്ല, മറിച്ച് ദേശീയ പ്രാധാന്യമുള്ള ഒരു രഹസ്യമാണ്. ദേശീയ പ്രാധാന്യമുള്ള രഹസ്യമോ? പാർവതിയുടെ കണ്ണുകൾ വിടർന്നു. ജയരാമൻ അവളുടെ കയ്യിലിരുന്ന പഴയ നോട്ട്ബുക്ക് എടുത്തു. അതിലെ കണക്കുകളും ഡയറിയിലെ എലിൻ കഷ്ണം എന്ന വാക്കുകളും നോക്കി. ഈ കൈലാസേശ്വരത്തിൻ്റെ ഭൂമിക്കടിയിൽ വർഷങ്ങൾക്ക് മുൻപ് രാജഭരണകാലത്ത് ഒളിപ്പിച്ച ഒരു നിധി ഉണ്ടായിരുന്നു. അതൊരു സ്വർണമോ രത്നങ്ങളോ അല്ല, മറിച്ച് ചില ചരിത്രപരമായ രേഖകളായിരുന്നു. ആ രേഖകൾ പുറത്തു വന്നാൽ ഈ തറവാടിന് മാത്രമല്ല, വലിയ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും അവരുടെ അധികാരം നഷ്ടമാകും. അതാണ് അനിലിൻ്റെ പേടി. ജയരാമൻ ഇരുമ്പിൻ പെട്ടിയിലേക്ക് നോക്കി. ആ എല്ലിൻ കഷ്ണം മോളെ, നീ ആ എല്ലിൻ കഷ്ണം എനിക്ക് കാണിക്കാമോ? പാർവതി ഭയത്തോടെ എല്ലിൻ കഷ്ണം ജയരാമന് നൽകി. അയാളത് സൂക്ഷ്മമായി പരിശോധിച്ചു. ഇതൊരു എല്ലിൻ കഷ്ണമല്ല മോളെ, ഇത് കാലപ്പഴക്കം വന്ന ചന്ദനമാണ്, പ്രത്യേകം രൂപപ്പെടുത്തിയ ചന്ദന കഷ്ണം. അയാൾ ചന്ദന കഷ്ണം പെട്ടിയിലെ ചെറിയ ദ്വാരത്തിൽ വെച്ചു. ഒരു താക്കോൽ പോലെ അത് തിരിഞ്ഞു. ഒരു ക്ലച്ച് ശബ്ദത്തോടെ പെട്ടിക്കുള്ളിൽ മുമ്പ് വെച്ച നോട്ട്ബുക്കിന് അടിയിലായി ഒരു അറ കൂടി തുറന്നു. പാർവതി ഞെട്ടലോടെ ആ അറയിലേക്ക് നോക്കി. അവിടെ പരിപരുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു നീണ്ട പേപ്പർ ചുരുൾ. അതിൽ പഴക്കം കൊണ്ട് മഞ്ഞളിച്ച തുണിയുടെ അരികിൽ തീയുടെ കനൽ പോലെ ചുവന്ന ചില അടയാളങ്ങൾ. അതാണ് കനൽപ്പൂവ്. ജയരാമൻ അത് സാവധാനം പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ ചുരുൾ നിവർത്തി. അതിലെ ചിത്രങ്ങളും എഴുത്തുകളും കണ്ട ജയരാമൻ്റെ മുഖം വിളറി. കണ്ണുകൾ ഭയത്താൽ വിടർന്നു. മോളെ, നിന്റെ അച്ഛൻ കണ്ടെത്തിയത് വെറുമൊരു നിധിയല്ല, ഇത് കൈലാസേശ്വരത്തെ തകർക്കും. മാത്രമല്ല, ജയരാമൻ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇത് 10 വർഷം മുൻപ് നടന്ന ബാലചന്ദ്രന്റെ കൊലപാതകത്തിന്റെ സാക്ഷിയാണ്. ജയരാമൻ ജഡ്ജി കയ്യിലെ ചുരുൾ നിവർത്തി വിളറിയ മുഖത്തോടെ അതിലേക്ക് നോക്കി. പാർവതി ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു. പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. അതിന്റെ ശബ്ദം അകത്തെ ഭീതിയെ വർദ്ധിപ്പിച്ചു. ചുരുളിൽ ഉണ്ടായിരുന്നത് പതിപതിത്ത കനം കുറഞ്ഞ തരം പേപ്പറുകളായിരുന്നു. അവ വർഷങ്ങൾക്ക് മുൻപ് കൈകൊണ്ടെഴുതിയതും ഒരിടത്ത് നിന്നും ഒരിടത്തേക്ക് ഒളിപ്പിക്കാൻ വേണ്ടി പലതവണ
ചുരുട്ടിയതുമായിരുന്നു. ഇത് വെറുമൊരു രേഖയല്ല മോളെ, ഇത് കൈലാസേശ്വരത്തിൻ്റെ ചരിത്രമാണ്. ഏതാണ്ട് 1950കളിലോ മറ്റോ എഴുതിയ രഹസ്യക്കുറിപ്പുകളാണിവ. കൈലാസേശ്വരം എന്ന ഈ പ്രദേശം മുൻപ് തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കീഴിൽ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു. അന്ന് രാജാവിനെതിരെ നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ രേഖകളാണിത്. പക്ഷേ ഇതെങ്ങനെയാണ് അച്ഛൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെടുന്നത്? പാർവതി ചോദിച്ചു. ഈ രേഖകളിൽ നിന്ന് പ്രത്യേകതകളുണ്ട്. രാജഭരണത്തിൽ നിന്ന് കൈലാസേശ്വരത്തിൻ്റെ അധികാരം ഗൗരിയമ്മയുടെ കുടുംബത്തിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചില സത്യങ്ങൾ മറച്ചുവെച്ചിരുന്നു. ആ രഹസ്യം കൈലാസേശ്വരത്തിൻ്റെ നിലവറയിൽ ഒളിപ്പിച്ച ഒരു നിധിയുടെ മറവിലാണ് ഒതുക്കിയത്. ജയരാമൻ പേജുകൾ മറിച്ചു. അതിൽ വ്യക്തമല്ലാത്ത ചില ചിത്രീകരണങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ കെട്ടിടത്തിൻ്റെ താഴെ നിലവറയുടെ ഭാഗം വരച്ചു ചേർത്തിരിക്കുന്നു. നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ ഒരു ചരിത്രകാരനെ പോലെ ഈ രേഖകളെല്ലാം പഠിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഈ രഹസ്യം കണ്ടെത്തിയത്. ഈ നിലവറയിലെ നിധി എന്നത് വെറും ഒരു നിധിയായിരുന്നില്ല. അത് തറവാടിൻ്റെ ഭൂമിയിൽ ഒളിപ്പിച്ചു വെച്ച അപൂർവമായ ഒരു ധാതുവാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള, വിലമതിക്കാനാവാത്ത ഒരു ധാതു. പാർവതി ഞെട്ടിപ്പോയി. ധാതുവോ? അതെ, രാജഭരണം അത് രഹസ്യമായി ഒളിപ്പിച്ചു. ഈ രഹസ്യം പുറത്തു വന്നാൽ കൈലാസേശ്വരത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിലേക്ക് പോകും. അതിൻ്റെ മൂല്യം കോടികളാണ്. അനിലിൻ്റെ പേടി അതാണ്. അവൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഈ തറവാടിനെ ആശ്രയിച്ചായിരുന്നു. ജയരാമൻ അവസാനത്തെ പേജിലേക്ക് വിരൽ ചൂണ്ടി. ആ പേപ്പറിൽ അടുത്തിടെ എഴുതിയ ചില കുറിപ്പുകളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അത് ബാലചന്ദ്രൻ്റെ കൈയക്ഷരമായിരുന്നു. ഇന്ന് 2015 സെപ്റ്റംബർ 12. ഞാൻ നിലവറയുടെ താക്കോൽ മാറ്റി ചന്ദന കഷ്ണം ഉപയോഗിച്ച് ലോക്ക് ചെയ്തു. നിധി എന്ന രഹസ്യം ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. പക്ഷേ അവർ എന്നെ നിരീക്ഷിക്കുന്നു. ഗൗരിയമ്മയ്ക്ക് പോലും ഞാൻ ആരാണെന്നറിയാം. അവർക്ക് ഇത് പുറത്തറിയരുത് തടയണം. അനിലിനും അയാളുടെ കൂട്ടാളികൾക്കും ഈ ധാതുവിൽ കണ്ണുണ്ട്. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗൗരിയമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അമ്മൂമ്മയാണ് അച്ഛനെ? ഇല്ല മോളെ, ജയരാമൻ അവളെ സമാധാനിപ്പിച്ചു. ഗൗരിയമ്മ സത്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ലോക്കറ്റിലെ താക്കോൽ മാറ്റി കറുത്ത കല്ല് വെച്ചത്. നിന്റെ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾക്ക് ശക്തി പകരാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ അവരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയാളുടെ ഭീഷണി അത് ഗൗരിയമ്മയെ ദുർബലയാക്കി. ജയരാമൻ അടുത്ത കുറിപ്പ് വായിച്ചു. ആ കുറിപ്പാണ് പാർവതിയെ തളർത്തിയത്. ഇന്ന് 2015 സെപ്റ്റംബർ 15 രാത്രി 9. ഞാൻ നിലവറയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഈ രേഖകൾ അവസാനമായി ഫോട്ടോ എടുക്കാൻ പോകുകയാണ്. എന്നെ പിന്തുടരുന്നത് അനിൽ മാത്രമല്ല, എന്നെ വിളിച്ചത് സഞ്ജയനാണ്. നമ്മുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്, അനിലിൻ്റെ കൂട്ടാളി. അയാൾ ഈ ധാതുവിൽ നിന്നും കോടികൾ സമ്പാദിക്കാൻ നോക്കുകയാണ്. എൻ്റെ കാറിൽ ബ്രേക്ക് തകരാറിലാക്കിയത് അവനാണെന്ന് എനിക്കറിയാം. ഞാൻ ഇതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. കാറിൻ്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒരു USB ഡ്രൈവിൽ ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അവസാനത്തെ കനൽപ്പൂവ്. സത്യം പുറത്തു വരും. പാർവതിയുടെ കണ്ണുകൾ വിടർന്നു. USB ഡ്രൈവോ? അച്ഛൻ പോയ ആ കാറിൽ, കറുത്ത ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന അംബാസിഡർ കാറിൽ? അതെ, ആ കാറാണ് കൊലപാതകത്തിൻ്റെ സാക്ഷി. ആ വീഡിയോ കണ്ടാൽ മാത്രമേ സഞ്ജയിൻ്റെയും അനിലിൻ്റെയും മുഖംമൂടി അഴിയുകയുള്ളൂ. ജയരാമൻ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? ആ കാർ കൈലാസേശ്വരത്തിലാണ്. അനിലിന് ഇത് മനസ്സിലായാൽ അയാൾ അത് നശിപ്പിക്കും. പാർവതി പരിഭ്രാന്തയായി. ജയരാമൻ ചിന്തയിലാണ്ടു. അനിലിന് ഇതറിയില്ല. അവൻ പെട്ടിക്കുള്ളിലെ രേഖകൾ തേടിയാണ് നിലവറയിൽ വന്നത്. കാറിനുള്ളിൽ ഒരു തെളിവുണ്ടെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല. അപ്പോൾ നമുക്ക് തിരികെ പോകണം. പക്ഷേ അനിൽ അവിടെ? നമ്മൾ ഒറ്റയ്ക്ക് പോകില്ല മോളെ. ഒരു വീഡിയോ തെളിവ് പുറത്തു വന്നാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകൂ. ഞാൻ നാളെ രാവിലെ എൻ്റെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെടും. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു കാര്യം ചെയ്യണം. നിനക്ക് വിശ്വസ്തയായ ആരെങ്കിലും ഉണ്ടോ? കൈലാസേശ്വരത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ. പാർവതിയുടെ മനസ്സിൽ ഒരാൾ മാത്രമാണ് വന്നത്. ചാക്കോ, ഗൗരിയമ്മയുടെ വിശ്വസ്തൻ. വെടിയൊച്ച കേട്ട് തന്നെ സഹായിക്കാൻ വന്നയാൾ. ചാക്കോ അങ്കിൾ, അദ്ദേഹം ഗൗരിയമ്മയുടെ വിശ്വസ്തനാണ്. സത്യൻ ചേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. എങ്കിൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ ചാക്കോയുമായി ബന്ധപ്പെടണം. നമ്മൾ ഒരു ടീമായി പ്രവർത്തിക്കണം.
അനിൽ ഈ രഹസ്യം അറിഞ്ഞാൽ നിന്റെ ജീവൻ വീണ്ടും അപകടത്തിലാവും. ജയരാമൻ ടേബിളിലിരുന്ന് ഫോൺ എടുത്തു. അതേസമയം കൈലാസേശ്വരത്ത് ഗൗരിയമ്മ തളർന്ന് നിലവറയുടെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അനിലിന്റെ കണ്ണുകൾ ഇപ്പോഴും ദേഷ്യത്താൽ ചുവന്നിരുന്നു. അമ്മ എന്നെ ചതിച്ചു. ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലേ? അനിൽ അലറി. ഗൗരിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ ചതിച്ചതല്ല അനിലെ. നീ എൻ്റെ മകനാണ്. പക്ഷേ നീ കൊലയാളിയായി. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത് മതി. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകുക. അല്ലെങ്കിൽ ഞാൻ ഈ സത്യം പോലീസിനെ അറിയിക്കും. അനിൽ ഒരു നിമിഷം ആലോചിച്ചു. പെട്ടിപ്പോയി. അതിൻ്റെ ഉള്ളടക്കം പാർവതിയുടെ കയ്യിലുണ്ട്. ശരി അമ്മേ, ഞാൻ പോവുകയാണ്. പക്ഷേ ഞാൻ മടങ്ങി വരും. ഈ കൈലാസേശ്വരം എനിക്കുള്ളതാണ്. പാർവതിക്ക് കിട്ടിയത് വെറും ഒരു കനൽപ്പൂവ് മാത്രമാണ്. യഥാർത്ഥ നിധി എവിടെയാണെന്ന് എനിക്കറിയാം. നിലവറയിലെ രഹസ്യമറിക്ക് പിന്നിലെ തുരങ്കം. അനിൽ ഒരു ചിരിയോടെ തിരിഞ്ഞു. അയാൾ പോയ ഉടനെ ഗൗരിയമ്മ വേഗം മുറ്റത്തേക്ക് ഓടി. കറുത്ത ഷീറ്റിട്ട് മൂടിയ അംബാസഡർ കാർ. അവർ ആ കാറിന്റെ ബോണറ്റിൽ കൈവച്ച് നിന്നു. ബാലചന്ദ്ര, നീ പറഞ്ഞ കനൽപ്പൂവ് ഇപ്പോൾ പാർവതിയുടെ കയ്യിലുണ്ട്. പക്ഷേ നിന്റെ കാറിനടിയിൽ ഒളിപ്പിച്ച ആ വിഷപ്പൂവ് അത് ഞാനല്ലാതെ മറ്റാരും എടുക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇത് ഒളിപ്പിക്കും. ഗൗരിയമ്മ മുറ്റത്തു നിന്നും ഒരു വലിയ തൂമ്പയെടുത്ത് കാറിന്റെ മുൻവശത്തായി ആഞ്ഞുവെട്ടി. അവിടെ ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു ചെറിയ തുരങ്കം. ഗൗരിയമ്മ ആ തുരങ്കത്തിലേക്ക് ഊർന്നിറങ്ങാൻ തയ്യാറെടുത്തു.